നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പുത്രന്റെ നാമത്തിലെ പ്രാർത്ഥന. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അത് തൻ്റെ നാമത്തിലായിരിക്കണം, പുത്രൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. മിക്ക ആളുകളും വിചാരിക്കുന്നത് പ്രാർത്ഥനയുടെ അവസാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, അല്ലെങ്കിൽ പുത്രൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമുണ്ട്, വലിയ അർത്ഥമുണ്ട്, സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അങ്ങനെയില്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ അവസാനം പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നോ അല്ലെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നോ പറഞ്ഞല്ല അവസാനിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പലരുടെയും പ്രാർത്ഥനകൾ വേദപുസ്തകത്തിലുണ്ട്. പത്രോസിൻ്റെ പ്രാർത്ഥനയുണ്ട്, പൗലൂസിൻ്റെ പ്രാർത്ഥനയുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്, ലേഖനങ്ങളിലുണ്ട്. ഇവിടെ ഒന്നും അവരവസാനിപ്പിക്കുന്നത് പുത്രൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞോ അല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടാകാനിടയായിട്ടുള്ളത്? അതായത് പരസ്യ പ്രാർത്ഥനയായാലും രഹസ്യ പ്രാർത്ഥനയായാലും അവസാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ, പുത്രൻ്റെ നാമത്തിൽ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നാം അത് ചെയ്തു. വാസ്തവത്തിൽ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ വാചകം അങ്ങനെ ആയിരിക്കണം എന്നല്ല. യേശു യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പഠിക്കണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്നല്ല, അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും യേശുക്രിസ്തു നാമത്തിലായിരുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇനി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം പുത്രൻ്റെ നാമത്തിലെന്നോ യേശുവിൻ്റെ നാമത്തിലെന്നോ യേശുക്രിസ്തു നാമത്തിലെന്നോ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. അതാണോ യേശു അർത്ഥമാക്കുന്നത്? അല്ല. യേശുക്രിസ്തുവിൻ്റെ നാമം അല്ലെങ്കിൽ പുത്രൻ്റെ നാമം എന്ന് പറയുമ്പോൾ നാമം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പല ആളുകളും വിചാരിക്കുന്നത് നാമം എന്ന് പറഞ്ഞാൽ പേര് എന്നാണ്. ശരിയാണ്, നിഘണ്ടുവിൽ നാമം എന്ന് പറഞ്ഞാൽ പേരെന്നാണ്. പക്ഷേ ബൈബിളിനൊരു ഭാഷയുണ്ട്. ബൈബിളിൻ്റെ ആ ഭാഷയനുസരിച്ച് നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ്. ദൈവത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. സ്നാനത്തെക്കുറിച്ച് കർത്താവ് കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതാണ്. പല ആളും വിചാരിച്ചിരിക്കുന്നത് ശിശുസ്നാനമായാലും വിശ്വസിച്ച ശേഷമുള്ള സ്നാനമായാലും സ്നാനത്തിൻ്റെ സമയത്ത് സ്നാനപ്പെടുത്തുന്നയാൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെന്ന് പറയണം എന്നാണ്. അത് പറയണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതൊരു സത്യപ്രതിജ്ഞയാണ്. ആ സത്യപ്രതിജ്ഞയിലെ വാക്കുകളുടെ അർത്ഥം ഉൾക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പ്രതിജ്ഞ ചെയ്യുന്നയാളാണ്, അല്ലാതെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആളല്ല. പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്ന ആൾ വേണം ആ പ്രതിജ്ഞയിലെ വാചകത്തിൻ്റെ വാക്കിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ. അപ്പോൾ സ്നാനം ഒരു സത്യപ്രതിജ്ഞയാണ്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ നാമം എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ
മനസ്സിലാക്കണം. നാമം എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലെ മുടന്തനെ സൗഖ്യമാക്കിയ സംഭവത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമുണ്ട്. പത്രോസിനോട് യോഹന്നാനോടും ഭിക്ഷ ചോദിച്ച മനുഷ്യനോട് പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, യേശുക്രിസ്തുവിൻ്റെ നാമമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമം സംബന്ധിച്ച് പത്രോസ് ചില വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു. അപ്പോൾ ആളുകൾ എടുത്തു വന്നു, ഇതെന്താണ്? പത്രോസ് പറഞ്ഞ, അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യന് ആരോഗ്യം പ്രാപിക്കാൻ കാരണമായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പത്രോസിൻ്റെ അല്ലെങ്കിൽ യോഹന്നാൻ്റെ വിശ്വാസത്താലല്ല, ആ ബലഹീന മനുഷ്യൻ്റെ വിശ്വാസത്താലാണ്. അവനിലെ വിശ്വാസം അവനെ ആരോഗ്യം വരുത്താൻ കാരണമായി. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനത്തിലെ വിശ്വാസം, അതായത് പിതാവ് ദൈവമാണെന്നുള്ള, പുത്രൻ ദൈവമാണെന്നുള്ള, പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ള വിശ്വാസം സ്നാനപ്പെടുത്തുന്നയാൾക്കല്ല, സ്നാനപ്പെടുന്നയാൾക്കുണ്ടായിരിക്കണം. അതായത് നാമമെന്ന് പറഞ്ഞാൽ ദൈവത്വം എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയും കൂടെയാണ്. അതായത് പിതാവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ദൈവത്വം, സൃഷ്ടാവ്, രക്ഷിതാവ്, പരിപാലകൻ, ന്യായാധിപൻ, ആരാധ്യൻ, പിന്നെ നീതിമാൻ, സ്നേഹവാൻ, കരുണയുള്ളവൻ, അതാണ് പിതാവിൻ്റെ നാമം. ഒപ്പം പിതാവിൻ്റെ പ്രവൃത്തി, പിതാവ് ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. പുത്രൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവിന് തുല്യ ദൈവത്വമാണ്. സൃഷ്ടികർമ്മത്തിൽ, രക്ഷാകർമ്മത്തിൽ, ന്യായവിധിയിൽ എന്ന് വേണ്ട നീതി, വിശുദ്ധി, കരുണ, സർവശക്തി, സർവജ്ഞാനം, സ്വർവ്യാപകത്വം, ഇതെല്ലാം പിതാവിന് തുല്യം. എന്നാൽ പുത്രൻ്റെ പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്. പുത്രനാണ് മനുഷ്യനായി വന്ന് മനുഷ്യൻ്റെ നരകമേറ്റ് അല്ലെ മനുഷ്യന് വേണ്ടി യാഗമായത്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും തുല്യം ദൈവത്വമാണ്. സൃഷ്ടികർമ്മത്തിലും രക്ഷാകർമ്മത്തിലും പരിപാലനത്തിലും ന്യായവിധിയിലും എല്ലാം പിതാവിന് തുല്യം. സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപകത്വം, സ്നേഹം, നീതി, കരുണ, വിശുദ്ധി എല്ലാം പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും തുല്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്ന ആളുകളിൽ വന്ന് അവരെ ശുദ്ധീകരിച്ച് അവർക്ക് കൂട്ടായ്മ നൽകി അവരെ പരിപാലിക്കുകയാണ്. ഇതാണ് ആശീർവാദ നാമത്തിലും ഉള്ളത്. പിതാവിന് സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ഇവിടെ പുത്രൻ്റെ നാമം എന്ന് പറയുമ്പോൾ, അതായത് പുത്രൻ്റെ ദൈവത്വവും പുത്രൻ്റെ പ്രവൃത്തിയും. പുത്രൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പുത്രൻ്റെ കാൽവരി ക്രൂശിലെ യാഗമരണം മാത്രമല്ല, അടക്കവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഇന്ന് മനുഷ്യന് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതും കൂടെയാണ്. അങ്ങനെയെങ്കിൽ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനോടാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. പിതാവേ, അങ്ങയുടെ പുത്രൻ എന്നെ രക്ഷിക്കുവാൻ മനുഷ്യനായി ഭൂമിയിൽ നിന്നെ നരകമേറ്റ് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് അങ്ങയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നത് എൻ്റെ ആത്മീയവും ഭൗമികവുമായ അനുഗ്രഹത്തിനാണ്. അത് അവിടുത്തെ പുത്രൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ആശ്രയിക്കുന്നു, ഞാനതിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പിതാവ് പ്രസാദിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവസാനം പുത്രൻ്റെ നാമത്തിലെന്നോ യേശുവിൻ്റെ നാമത്തിലെന്നോ വളരെ ശക്തിയായി പറയുക എന്നുള്ളതല്ല. യേശു എനിക്കായി ഭൂമിയിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിനോട് എൻ്റെ ആത്മീയവും ഭൗമികവുമായ കാര്യങ്ങൾ പറയുവാൻ, പക്ഷപാതം ചെയ്യുവാൻ ജീവിക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.